ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് 3 ഹൈ എൻഡ് സെല്ലിംഗ് ടൂളാണ്. അതെ, വലിയ ഹൈ വാല്യൂ സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ചില ടൂളുകൾ. റെഡിയാണോ? എങ്കിൽ ആദ്യത്തെ ടൂള് ദാ പിടിച്ചോ. പ്രാക്ടീസ് ടോപ്പ് ഡൗൺ സെല്ലിംഗ്. എന്താണ് ഈ പ്രാക്ടീസ് ടോപ്പ് ഡൗൺ സെല്ലിംഗ്? നമ്മുടെ ഉൽപ്പന്നമോ സർവീസോ വില കൂടിയ വളരെ വിലയുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ ആണെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ചെറിയ ആൾക്കാരുമായി, പർച്ചേസ് മാനേജറായിരിക്കാം, ചെറിയ ആൾക്കാരിൽ നിന്ന് പോകുന്നതിനേക്കാളും നല്ലത് ടോപ്പ് ഡൗൺ, ആ സ്ഥാപനത്തിൻ്റെ ഡിസിഷൻ മേക്കറോ ഉടമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഈ ട്രെയിനിങ് കോച്ചിങ് ചെയ്യുന്ന രംഗത്തായതുകൊണ്ട് ചിലപ്പോൾ ഒരു മാനേജറായിരിക്കാം ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ ട്രെയിനിങ് ഒരു കാലത്തും നടക്കാറില്ല, വളരെ അപൂർവമായിട്ടാണ് നടക്കാറ്. എന്നാൽ ഇതിൻ്റെ ഡിസിഷൻ മേക്കർ ആരാണോ, ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ആരാണോ, ആ ആളുമായി കണക്ട് ചെയ്താൽ എന്ന് പറഞ്ഞാണ് ഡിസിഷൻ വരിക. അദ്ദേഹം ഉടനെ തന്നെ പറയുകയാണ്, ഷമീം നമുക്ക് അടുത്ത ആഴ്ച തന്നെ ആ ട്രെയിനിങ് അങ്ങോട്ട് ചെയ്താലോ. അയാൾ ഉടനെ തന്നെ മാനേജറെ വിളിച്ച് പറയുന്നു. പറ്റില്ല എന്ന് പറയുന്ന മാനേജർ ഉടൻ തന്നെ പ്രോഗ്രാം നടത്തിക്കുന്നു. എങ്ങനെയാണത് സാധിക്കുക? അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട സ്കില്ലെന്ന് പറയുന്നത് അത്തരം ആൾക്കാരിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത്. ടോപ്പ് ഡൗൺ സെല്ലിംഗ് വർക്കൗട്ട് ആവും. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ടോപ്പ് ഡൗൺ സെല്ലിങ്ങിന് കൂടെ തന്നെ ടോപ്പ് ആൻഡ് സെയിൽസിന് പറ്റുന്ന അടുത്ത ടൂളാണ് സീക്ക് കസ്റ്റമർ റെഫറൻസ്. നമുക്ക് നല്ല മികവുള്ള കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ ഇവർ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും. നമുക്ക് 2 തരം കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിച്ച് അവർ വളരെ ഹാപ്പി ആയി പോയി. പക്ഷേ ചിലരുണ്ട് ഇൻഫ്ലുവൻഷ്യലാണ്. ഇവർ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് സംസാരിക്കും. കാരണം ഞാൻ ഇന്ന് അവിടെ ചെന്നിരുന്നു, എനിക്ക് അവരുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത്തരം ആൾക്കാരോട് അവരുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ പറയുക. അതുതന്നെയാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, സ്പാർക്ക് സ്റ്റോറീസ് എന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിരവധി പേർ ഇത് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, സാർ എനിക്കൊരു ഫ്രണ്ടുണ്ട്, അയാളുടെ കഥ കൂടി പറയാമോ. എൻ്റെ ഫ്ലാഗ്ഷിപ്പ് കോച്ചിങ് പ്രോഗ്രാമാണ് ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം. 98 ബാച്ചുകളിലായി 1500-ൽ പരം സംരംഭകർ ഈ കോച്ചിങ് പ്രോഗ്രാമിന് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ 1 രൂപ പോലും ഇതിന് മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു ബാച്ചിൽ വന്ന ആൾ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറെയോ അദ്ദേഹത്തിൻ്റെ പത്നിയെയോ അല്ലെങ്കിൽ ഭാര്യ വന്ന ഭർത്താവിനെയോ സഹോദരനെയോ സുഹൃത്തിനോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിൽ എനിക്കൊരു മടിയില്ല അവരോട് ചോദിക്കാൻ. കാരണം ഞാനൊരു നല്ല സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. ബിസിനസ് വളർത്താനായി അവരെ സഹായിക്കാനായി ഞാൻ ചെയ്ത സേവനം. അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തുക്കളെ പറഞ്ഞു വിടാൻ അവർക്ക് മടിയില്ല, എനിക്ക് ചോദിക്കാനും മടിയുമില്ല. 2 ടൂളായെങ്കിൽ ഇതാ പിടിച്ചോ 3-ാമത്തെ ടൂൾ, ഗീവ് ആൻഡ് ടേക്ക് പോളിസി. എങ്ങനെ? ഗീവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമറിൽ നിന്ന് എന്ത് കിട്ടാം എന്ന് മാത്രം ചിന്തിക്കരുത്, നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനാവും. എൻ്റെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരു സെയിൽസ് പ്രോഗ്രാമായിരുന്നു ബൂസ്റ്റ് യുവർ സെയിൽസ്. ഈ സെയിൽസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പിറ്റേ ദിവസം കാലത്ത് എന്നെ വിളിച്ച് നന്ദി പറയുകയാണ്, സർ താങ്ക് യു സോ മച്ച്, വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും ഒരു ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ നമ്പർ ഒന്ന് കൊടുത്തോട്ടെ. ഞാൻ പറഞ്ഞു പോലെ കൊടുത്തോ. ഇമ്മീഡിയറ്റ്ലി തന്നെ അദ്ദേഹം എന്നെ വിളിക്കുന്നു, ആ ട്രെയിനിങ് കൺഫേംഡ് ആവുന്നു. പിറ്റേ ദിവസം ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, സാർ ഞാൻ ഇന്നൊരു കസ്റ്റമറെ മീറ്റ് ചെയ്തിരുന്നു, അദ്ദേഹം സാറിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ സാധ്യതയുണ്ടത്രേ. അദ്ദേഹം നമ്പർ തരുന്നു. ഇനി അവസാനം പുള്ളി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ എനിക്ക് 2 റെഫറൻസ് തരുമെന്ന്. നിങ്ങൾ തന്നെ പറഞ്ഞ് ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും. ഞാൻ ചോദിച്ചു പോലെ എന്ത് ബിസിനസ്സാണ്? വെബ്സൈറ്റ് ഡിസൈനിങ് ആണ്. നമ്മുടെ ഫോൺ വയ്ക്കുക, ഞാൻ നോക്കട്ടെ. പലപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ബിസിനസ് എന്താണെന്ന് പഠിച്ച് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എൻക്വയറി നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ ഇവർക്ക് അങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കിയേ തീർച്ചയായിട്ടും അവർ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇന്ന് കിട്ടിയ ഈ 3 ടിപ്പും നിങ്ങൾ മറക്കേണ്ട. ബിസിനസ്സിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടും റിസൾട്ട്.